ഹായ് ഹലോ അസ്സലാമു അലൈക്കും. റിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി സ്നാക്സാണ്. അതിനാവശ്യമായ സാധനം ബ്രെഡ്, ഒരു മുട്ട, കുറച്ച് റവ. ബ്രെഡ് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനൊരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ കുറച്ച് റവയും പിന്നെ ഒരു മുട്ട പൊട്ടിച്ചതും പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. പഞ്ചസാര അവനവൻ്റെ മധുരത്തിനനുസരിച്ച് എത്രയും ചേർക്കാവുന്നതാണ്. ഞാനൊരു കയ്യിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കൈവച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടേ ഇല്ല, എന്നാൽ തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ ആയി വരുന്നുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതിലേക്ക് 1 സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. റവ അധികം ചേർക്കുന്നതിനനുസരിച്ച് വെള്ളം വേണ്ടി വരും. ഞാൻ ആകെ 2-3 സ്പൂൺ റവ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്കിങ്ങനെ കുഴച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവയൊക്കെ ഒന്ന് പൊതിർന്ന് വരുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയായി വരും. അപ്പോൾ നമുക്കത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ചൂടുള്ള ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടോടെ ചുട്ടെടുക്കാം. നമുക്ക് ചെറിയ ബൗളുകളായി, അഥവാ ഇത്ര ഉള്ളൊരു ബൗളുകളായിട്ട് നമുക്ക് ചൂടുള്ള ചട്ടിയിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഏറി വന്ന 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് റവയൊക്കെ ഇട്ടതുകൊണ്ട് റവയൊക്കെ ഒന്ന് പൊതിർന്ന് ഈ മാവൊന്ന് ഇത് കുറച്ച് ലൂസിലാണ്, ഒന്ന് കട്ടിയായി വരട്ടെ. അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയം ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്കിട്ട് വറുത്ത് കോരാം. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. കുറഞ്ഞ ചേരുവകൾ കൊണ്ടൊരു 4 മണി സ്നാക്സാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് റവ, ഒരു 3-4 ബ്രെഡ്, ഒരു മുട്ട, ഇങ്ങനെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയം അവർക്ക് ചായക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നന്നായിട്ട് ഇളക്കി 2-3 സൈഡൊക്കെ കുറച്ച് ബ്രൗൺ കളറാവണ വരെ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ വേവിക്കുക. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമ്മൾ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. റവ, ബ്രെഡ്, മുട്ടയും കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ റിച്ചൂസ് ചാനൽ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.